എങ്ങനെയുണ്ടളിയാ വണ്ടി? സൂപ്പർ. കുഴപ്പമില്ല. എങ്ങനെയുണ്ടടി? എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്തോന്നാടി ഇവിടെ ഈ ഒരഞ്ഞിരിക്കുന്നത്? അത് ചെറുതായിട്ട് തട്ടിയതമ്മ, അത് കുഴപ്പമില്ല, അത് മാറ്റാം. തുടങ്ങി. അയ്യോ ദേ ഇത് വിട്ടിരിക്കണു. അത് ഒട്ടിച്ചാ പോരെ? ദേ തല തിരിഞ്ഞിരിക്കണു ഇതിന്റെ. അതെ 15,000 രൂപയ്ക്ക് ലോറി ഒന്നും കിട്ടൂലേ, ഇതേ കിട്ടുള്ളൂ. അല്ല എന്നാലും കുറച്ചൊരു നല്ല വണ്ടി എടുക്കായിരുന്നു. ഈ വണ്ടിക്ക് ഇപ്പൊ എന്താ കുഴപ്പം? ജമന്തി, ഇത് റോഡിൽ ഓടുന്ന വണ്ടിയാണ്. അപ്പൊ ചെറിയ തട്ടലും മുട്ടലും ഉരച്ചിലൊക്കെ കാണും. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ദേ ഇവിടെ മുഴുവൻ തുരുമ്പായിട്ടാ. അത് കുഴപ്പമില്ലെന്നാ, അതൊക്കെ മാറ്റാം. ഒന്ന് കഴുകിയ ഊട്ടപ്പനാവും അല്ലേ? അളിയാ ഞാന് നമ്മുടെ പൊടിയന്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇതിനെ ഒന്ന് സർവീസ് ഒക്കെ ചെയ്ത് കുളിപ്പിച്ചെടുത്ത് കൊണ്ടുവരുമ്പോ വണ്ടി ഇതങ്ങ് മാറും. ഇത് ഇങ്ങനെ ഇരുന്നുകൊണ്ടാണ് ഈ വിലക്ക് ഇത് കിട്ടിയത്. ഇതിന് ഹോണില്ലേ, മറ്റേ ഈ ഹോൺ അടിക്കണ്ടേ? അതെ, തന്നത്തെ ഹോൺ കേൾക്കണ ഒരു സിസ്റ്റം ഒരു വണ്ടിയിൽ ഇതുവരെ ആയിട്ടില്ല. അത് കയറി ഇരുന്ന് നമ്മൾ ഞെക്കണം. ഏട്ടനൊന്ന് ഓടിക്ക്. അവിടെ കയറി അളി എടുക്ക്. എനിക്ക് ഓടിക്കാറിയില്ലല്ലോ. ഹനുമാനൊക്കെ ഉണ്ട്. എനിക്ക് ഓടിക്കാറിയണ്ടേ? എന്റെ അളിയാ ആൾക്കാർ കേട്ടാ നാണക്കേടാണ്. അങ്ങോട്ട് കയറി അളിയാ. നീ നല്ലപോലെ പറഞ്ഞു. അറിയാതെ പിന്നെ ഇത് ആര് പഠിക്കാൻ ഇത് എടുത്തു വെച്ചേക്കണേ? പഠിക്കണ്ടേ? പഠിക്കണം, അതിനാണ് കയറാൻ പറഞ്ഞത്. റോട്ടിലേക്ക് പോകുന്ന ഇത് റോഡിലോട്ട് ഇറക്കണ്ടേ ഇവിടുന്ന്? കയറങ്ങോട്ട്. നീ മരത്തിൽ കയറാൻ പോണ പോലെ ഇങ്ങനെ ബൈക്കിലെല്ലാരും കയറുന്നത്. കേറിയാ പോലെ അഞ്ചം കൊടുക്ക്. ആ സ്കൂട്ടറിന്റെ പുറകെ ഇരുന്ന് പോവാറില്ലേ, അതുപോലെ അങ്ങോട്ട് കയറിയിരി. നമ്മ മാറങ്ങോട്ട്. ഒരേ ഏക്കർ സ്ഥലം വേണം ഒരു വണ്ടിക്ക്. അതിന് നമ്മള് മുട്ടിയാ അതിന് കുറ്റം പറയും. പിടിച്ചോടാ. പ്ലെയിൻ ഓടിക്കും പോലാണല്ലോ ഇതിൽ കയറുന്നത്. ഹാൻഡിലൊക്കെ നേരെയാക്കും. സ്റ്റാൻഡ് മാറ്റ്. സ്റ്റാൻഡ് മാറ്റളിയാ അങ്ങോട്ട്. മാറ്റിയാ? എടാ നിനക്ക് കാലത്തുണ്ടോ? ചാവി അങ്ങോട്ട് ഓൺ ചെയ്യാം. ഇരിക്കും അങ്ങോട്ട്. ഒന്ന് ദൈവങ്ങളെയൊക്കെ മനസ്സിൽ ധ്യാനിക്കും. പ്രാർത്ഥിച്ചല്ലോ. നീയാണ് ഈ കാര്യത്തില് ഗുരു കേട്ടാ. അല്ലെങ്കിൽ ആ കാര്യത്തിലെങ്കിലും എന്നെ നീ ആശ്രയിച്ചു അമ്മ. പിന്നെ ഇനി മെല്ലെ കിക്കർ അടിക്കും. അയ്യോ ദാണ്ട സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് മക്കളെ ഇവിടെ ദാണ്ട്. എന്റെ അമ്മ സ്റ്റിക്കർ അല്ല, ഈ വണ്ടി സ്റ്റാർട്ട് ആവാൻ വേണ്ടി കിക്കർ അത് ചവിട്ടണം. അറിഞ്ഞൂടാത്ത ഒരു അളിയനാണല്ലോ എന്റെ അളിയൻ. ഇനി ഇത് അടിച്ചിട്ട് അതൊന്ന് പറഞ്ഞു കൊടുക്ക എന്റെ ക്ലീറ്റോ. അതങ്ങോട്ട് ചവിട്ടളിയാ. പോണ്ടേ? ചവിട്ടിക്കൊടു. ഞാൻ ചവിട്ടട്ടെ എന്നാ? നീ ചവിട്ട്. ജമന്തി, നിന്നെ പഠിപ്പിക്കുന്നതാണ് ഇതിൽ നിന്ന് നല്ലത്. താന്ന് പോകുന്നില്ലല്ലോ. അളി അങ്ങോട്ട് കാലോട്ട് ചവിട്ടടാ. അതിന് വേദനിക്കൊന്നുമില്ല. ഇവിടെ പിടിക്കണ്ടേ? നീ അവിടെ ഒന്നും പിടിക്കണ്ട, നീ അങ്ങോട്ട് ചവിട്ടത്. പോകണ്ടേ? നല്ല വണ്ടിയാന്നേ കണ്ടാലറിയാം. അതൊന്ന് റേസ് ചെയ്യൂ, ആക്സിലേറ്റർ ഒന്ന് റേസ് ചെയ്യൂ. അപ്പൊ അത് പോവോ? അത് പോവില്ല. ഞാനല്ലേ നിന്നെ പഠിപ്പിക്കണേ. ചുമ്മാതിരി. അങ്ങനെയുണ്ട്. നല്ല ശബ്ദം. അത് വണ്ടി എഞ്ചിൻ നല്ലതാ. ഇതാണ് ക്ലച്ച്. ഇത് പിറകോട്ട് വലിക്ക്, ഇങ്ങോട്ട് അമർത്ത്. വലിച്ചല്ലോ. ഇത് ഗിയർ. മെല്ലെ അമർത്തി മുകളിലോട്ട് ഇടുക. ഇത് അത് തന്നെ. നിങ്ങൾ ആരും പിടിക്കണ്ട, ഞാൻ നിക്കല്ലേ. നീ അങ്ങോട്ട് മാറ്. എല്ലാരും വിട്ടെ. അളിയന് മെല്ലെ ക്ലച്ച് അങ്ങോട്ട് വിടൂ. ഇതാണ് ക്ലച്ച്. ഇത് കുറച്ചായിട്ട് വിടൂ. അത് കൈ ഇങ്ങനെ കറക്കുമ്പോൾ ഇത് ഇങ്ങനെ വിടണം. മുഴുവനാ കൊടുക്കണ്ട, ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കണം. ഈ ക്ലച്ച് കുറച്ചായിട്ട് അങ്ങ് വിടണം. അല്ല വിടൂ വിടൂ. അതെ, അവിടെ നിനക്ക് ബ്രേക്ക് ചവിട്ടി കൂടായിരുന്നോ? ഞാൻ ബ്രേക്ക് നോക്കിയതാണെന്ന്. ഓടിക്കുമ്പോൾ തന്നെ കുനിഞ്ഞു നോക്കി. വണ്ടി എടുക്കട്ടെ. നേരെ അങ്ങ് വല്ല പോയെങ്കിൽ എന്ത് സംഭവിച്ചു? ഞങ്ങളെ വീട് മുഴുവൻ ഇടിയത്തില്ലായിരുന്നോ? മാറിക്കേ. അതെ, ചോര വന്നോ? ഓരല്ല കൊടല് വന്നത് കൂടി. വണ്ടി കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. വർക്കത്തോട്ട് വണ്ടിയുടെ കുഴപ്പാ. ഓടിക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ട്. ഓടിക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നും അമ്മേ ഒന്നുമില്ല. ഇത് കൊച്ചു പിള്ളേര് നടക്കാൻ പഠിക്കുമ്പോ വീഴൂലേ, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കി തള്ളമാര് നോവാതെ അല്ലേ പറഞ്ഞത്. അമ്മേ ഒന്നുമില്ല. അമ്മ ഇതിപ്പോ ഏത് കാലം? ആദ്യത്തെ കാലാണോ? അല്ലല്ല, ഇത് അപ്പുറത്തെ കാലം. നന്നായി. എടാ വെറുതെ ഇങ്ങനെ നടന്നാ പോരാ, എന്തെങ്കിലുമൊക്കെ പഠിക്കണം. 10 ദിവസമെങ്കിലും വണ്ടി ഇച്ചിരി വൃത്തിയായിട്ടിരിക്കണമായിരുന്നു. അതൊക്കെ അപ്പോഴേ ഇളക്കി പറിച്ചെടുത്തു. ഇതിപ്പോ
ഒരു കാര്യം ചെയ്യ്. ഞാൻ നിന്നോട് പറഞ്ഞില്ല എനിക്ക് അറിഞ്ഞൂടാന്ന്. ഒന്നും അറിയാത്ത ആളെ പിന്നെ വണ്ടി കയറ്റിട്ട് ആൾ പൊക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും പോയി വിടൂല്ലേ? അളിയാ അറിഞ്ഞൂടാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ ഇത് വീട്ടിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഷോക്കേസിൽ എടുത്ത് വെക്കാനേ പറ്റൂ. ഞാനേ ഇതാ പൊടിയന്റെ വർക്ക്ഷോപ്പ് വരെ കൊണ്ടുപോയി ഒന്ന് കാണിച്ചു കൊണ്ടുപോ, ദുരിതം ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഇനി. സർവീസ് ഒക്കെ ചെയ്ത് കൊണ്ടുവരാം. ഞാൻ വരണല്ലേ? അയ്യോ റെസ്റ്റ് എടു. നീ ആ മനുഷ്യനെ കൂടി തള്ളി താഴ്ത്തിട്. തങ്കം, ഞാൻ തക്കളി മോളെ ട്യൂഷൻ അവിടെ നിന്ന് വിളിച്ചിട്ടേ വരുള്ളൂ കേട്ടോ. വേണമെങ്കിൽ ഞാൻ വരാം. ഞാൻ കാല് രണ്ടുമില്ല. ഞാനിതിനെല്ലാം ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവരാം. ഇത് കണ്ട ഫോൺ എങ്ങനെ ഓടിക്കണമെന്നുള്ള ഒന്ന് കണ്ടുവെച്ചു. കാണാതെ കണ്ടു പഠിക്കാൻ കൂടെ. ശ്രദ്ധിക്കുന്നു. ഓ ഒരു കുഴപ്പമില്ല അമ്മ. നല്ല ഒന്നാന്തരം വണ്ടി നല്ല ഒന്നാന്തരം വണ്ടി. നശിച്ച വണ്ടി കാരണം എന്റെ ഒരു നശിച്ച വണ്ടിയൊന്നും ഇവനെ ഓടിക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. പുതിയൊരു വണ്ടി മേടിച്ചിട്ട് നമുക്ക് ഡ്രൈവിംഗ് പഠിക്കണം. ആ ഫോൺ എടുത്തേ. നിന്റെ കാലല്ല പോണ്ട, നീ ആകെ പോണം. കുശുമ്പും കുഞ്ഞായ്മ. ഇല്ലല്ല കുഴപ്പമില്ല. ഏതാണ്ട് ഒരു രാജേഷ്. ആ എന്താ രാജേഷേ? ആണോ? എവിടെ? അത് ശരി. അപ്പൊ ആശുപത്രി കൊണ്ടുപോണ്ടി വരുമോ? ആ വേണ്ടി വരും അല്ലേ? ആ എന്നാ ഞാൻ അങ്ങോട്ട് വരാം. എന്തോന്നാണ് എന്റെ അഴകേശൻ എന്തെങ്കിലും പറ്റിയതാണ്? എന്താടാ അമ്മാവന്? അമ്മാവനല്ല, ഈ താമരശ്ശേരി ചുരമൊക്കെ ഓടിച്ചു കയറ്റുന്ന ഒരു പിന്നെ ഡ്രൈവർ അല്ലേ? അല്ല എന്റെ അളിയെ അവിടെ നിർത്തിട്ട് ഒരു പാട്ടിലോറിക്ക് കൊണ്ടുപോയി കുത്തിയത്. പോയല്ലേ ദൈവമേ. Versus Alien.